ഫ്രണ്ട്സ്, വാച്ച്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സിംഗിൾ ലെയർ സാരി ഡ്രൈപ്പിംഗ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാത്തതിനെ കുറിച്ച് നോക്കാം കേട്ടോ. മെയിനായിട്ട് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന് എങ്ങനെയാണ് സിംഗിൾ ലെയർ സാരി ഡ്രൈപ്പിംഗ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാരി ഡ്രൈപ്പിങ്ങിന് വേണ്ടി ഫസ്റ്റ് തന്നെ നമുക്ക് അണ്ടർ സ്കേർട്ട് ബെല്ലി ബട്ടണിൽ നിന്ന് കുറച്ച് താഴ്ത്തി ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ ടൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലെഫ്റ്റിലോ റൈറ്റിലോ നിങ്ങളുടെ കംഫോർട്ടിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ഫിഷ് കട്ട് സ്കേർട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഷേപ്പ് കിട്ടാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ചെരുപ്പിട്ടതിന് ശേഷം മാത്രം സാരി ഉടുക്കൽ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഉടുത്തു കഴിയുമ്പോൾ ലെന്ത് കുറഞ്ഞു പോയിട്ട് ഭയങ്കര ബോറായിരിക്കും. ഇനി സാരി എടുത്തിട്ട് നമുക്കതിൻ്റെ എൻഡിലായിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ ചവിട്ടുമൊക്കെ ചെയ്താലോ അല്ലെങ്കിൽ സാരി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ ഉള്ളിലേക്ക് നന്നായിട്ട് ടക്കിങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റൈറ്റ് സൈഡ് ഒന്ന് തിരിഞ്ഞു വരിക കേട്ടോ. ഒരു റൗണ്ട് ഇങ്ങനെ തിരിഞ്ഞു വന്നതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഫുള്ളെടുത്തിട്ട് മെയിനായിട്ട് ഇത് മുന്താണിയുടെ ലെന്ത് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പ്ലീറ്റ്സ് ഇടുന്നത് പോലെ നമ്മുടെ മുന്താണിക്ക് ലെന്ത് എടുത്താൽ ഇത് ഫ്ലോറിൽ കടന്ന് വലിഞ്ഞിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാതായി പോവും. അതുകൊണ്ട് ഏകദേശം ഈ ഒരു ലെന്ത് തന്നെ മതിയാവും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഫ്രണ്ടിലേക്ക് കൂടി ഒന്ന് പിടിച്ചു നോക്കണേ. നമ്മുടെ ഈ ഏകദേശം ഈ ഒരു സെൻറ്റർ പോർഷൻ ഇല്ലേ, ഈ കറക്റ്റ് ഈ ഒരു സെൻറ്ററിലേക്ക് വരും. അതിപ്പോൾ സാരി വർക്കുള്ള സാരിയാണ്, വർക്കോ ഈ ഹാങ്ങിങ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു സെൻറ്ററിലേക്ക് വരാൻ പാകത്തിന് ഇത്ര ഒരു ലെന്ത് മതിയാവും. അപ്പോൾ നമ്മളിങ്ങനെ അഴിച്ചിട്ടാലും എന്നാൽ പോലും കണ്ടോ ഇതേ ഫ്ലോറിൽ ഏകദേശം ഇതുപോലെ കിടക്കും. നമ്മൾ ലെന്ത് കൂട്ടിയിട്ടാൽ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിഞ്ഞിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ലെന്തിലെടുത്തിട്ട് ഇവിടെ ഒരു അടയാളം കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒരു 2-3 പ്ലേറ്റ്സ് എടുത്ത് നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നാലും നമുക്ക് താഴേക്കുള്ള പോർഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതുപോലെ നോക്കൊന്നും വേണ്ട, വെറുതെ എടുത്തിട്ട് നമുക്ക് വേണ്ട ഇവിടം വരെയായിരുന്നു നമ്മൾ പിൻ ചെയ്തിട്ടുള്ളത്. എടുത്തിട്ട് ഷോൾഡറിൽ നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ എടുത്തിട്ട് താഴേക്കുള്ള പോർഷൻ ഇല്ലേ ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് ഇതിപ്പം നമ്മൾ പിൻ ചെയ്തില്ലെന്ന് വെച്ചോ, നമ്മൾ ഇവിടെ വലിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് വെറുതെ കിടക്കുമല്ലേ. അപ്പം ഇവിടെ നിന്ന് ഇതിങ്ങോട്ട് കയറി വരും. ഇതിൻ്റെ ലെവലെല്ലാം പോയിട്ട് ഇവിടെ നിന്ന് സാരി വന്നിട്ട് അതൊരു വൃത്തിയില്ലാത്ത രീതിയിൽ കിടക്കും. പല്ലുവിൻ്റെ ലെങ്ത് കുറഞ്ഞത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ട് ചെയ്യുമ്പം താഴ്വശം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കാരണമാണ് നമ്മളിപ്പം ഫസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തത്. ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതിനകത്ത്. അതിന് ശേഷം നമ്മളൊരു ഒരെണ്ണം ഇവിടെ വിട്ടു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു പ്ലീറ്റ്സിൻ്റെ സ്പേസ് നമ്മൾ വിട്ടു കൊടുത്തിട്ട് നന്നായിട്ട് പ്ലീറ്റ്സ് എടുക്കുക. ഇതുപോലെ ക്ലോത്തിനെ അനുസരിച്ചിരിക്കും. നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്ലോത്ത് ആണെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പ്ലീറ്റ്സ് എടുത്ത് നമ്മൾ അയൺ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സാരി ഉടുക്കാം. ഇല്ലെങ്കിൽ വേഗം നിങ്ങൾ എടുക്കാൻ പറ്റുകയാണ് നമുക്ക് ആ സമയത്ത് തന്നെ എടുത്തിങ്ങനെ കൊടുത്താൽ മതിയേ. ഇത് നന്നായിട്ടൊന്നിങ്ങനെ കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് വിട്ട് നന്നായിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാവേ. അതിനുശേഷം ഈ പിന്നെടുത്തിട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് ലെന്ത് നോക്കിയിട്ട് വേണം കേട്ടോ. ഈ ലെന്ത് നോക്കിയിട്ട് ഫ്ലോർ ലെന്തിൽ ഉള്ളിലേക്ക് നന്നായിട്ട് ടക്കിങ് ചെയ്ത് കൊടുക്കാം. എന്നുവെച്ചാൽ ഇവിടെ മടങ്ങിയൊന്നും ഇരിക്കല്ലേ, അപ്പം നമുക്ക് വയറുള്ളതുപോലെ ഫീൽ ചെയ്യും. നന്നായിട്ട് ഉള്ളിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ പോർഷൻ ഉണ്ടല്ലോ നന്നായിട്ട് വലിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫസ്റ്റ് ഒരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാലൻസ് ഉള്ള പോർഷൻ എടുത്തിട്ട് ഇത് മേളിലേക്ക് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ. അപ്പോൾ നമുക്കിവിടെ ഇതുണ്ടോ ഇതുപോലെ ഈ പ്ലേറ്റ്സ് ഇങ്ങനെ കിട്ടുവേ. കൊടുത്തിട്ട് ഇവിടെ നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം.
നമ്മുടെ അണ്ടർ സ്കേർട്ടിൽ കൂട്ടിയിട്ട് നന്നായിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള പോർഷൻസ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ എല്ലാം നന്നായിട്ടൊന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കണം ഉള്ളിലോട്ട് നല്ലതുപോലെ. ബാക്കിയെല്ലാം ചെയ്തിട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഇതുണ്ടോ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ പ്ലീറ്റ്സ് ഇതുപോലെ എടുത്തിട്ട് കണ്ടോ എടുത്തിട്ട് നമുക്കിവിടെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഉള്ളിലായിട്ട്. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഇവിടെ സെക്യൂർ ചെയ്തിട്ടുള്ള ഈ പിന്നൊന്ന് മാറ്റിയിട്ട് കറക്റ്റ് ഇതിപ്പോൾ നെക്കിൽ കയറിയിരുന്ന ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നെക്കിൻ്റെ ഇവിടുന്ന് കുറച്ചിങ്ങ് മാറ്റി നന്നായിട്ട് ഇവിടെ ഷോൾഡറിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ അളവിൽ നമുക്ക് ഈ ബാക്കിലും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഇതിൻ്റെ ഇതേ പൊസിഷനിൽ ഇപ്പം നമുക്ക് തന്നെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണെങ്കിലും കുറച്ച് താഴ്ത്തിയാണെങ്കിലും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാവേ. ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രണ്ട് ശരിയാക്കാം. ബാക്കിൽ നമ്മളൊരു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ പ്ലീറ്റ്സ് ഉണ്ടല്ലോ, ഈ പ്ലീറ്റ്സ് കറക്റ്റ് ഇപ്പോൾ പ്ലീറ്റ്സ് കറക്റ്റ് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിത് ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഉള്ളിൽ ഇങ്ങനെ ഒരു പിൻ ചെയ്തിട്ട് ഈ ചെയ്ത് വെക്കുന്ന പിന്നുണ്ടല്ലോ ഇതെടുത്തിട്ട് നമുക്ക് കുറച്ച് വലിയ പിൻ കേട്ടോ, നമുക്കത് മൊത്തത്തിൽ അവിടെ പിൻ ചെയ്ത് കൊടുക്കാം. പ്ലീറ്റ്സ് കറക്റ്റ് ഇതുപോലെ ഒന്ന് പിടിച്ചു വിട്ടിട്ട് ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ നമുക്ക് ഈ പ്ലീറ്റ്സും ഈ സ്കേർട്ടും കൂടെ കൂട്ടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. ഇതുണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കറക്റ്റ് നമുക്ക് പലർക്കും പല രീതിയിലായിരിക്കും അല്ലേ ഇഷ്ടം. പിന്നെ ഇവിടുന്ന് നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെ ബ്ലൗസിലേക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാവേ. ഇവിടുന്ന് അപ്പോൾ ഈ ഒരു സൈഡ് ഫുൾ നമുക്ക് കവർ ചെയ്ത് കിട്ടിക്കോളൂ. ഇവിടുന്ന് ബ്ലൗസിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതാ വെച്ചിട്ട് ചിലർക്കത് ഇങ്ങനെ തന്നെ ഇടാനായിരിക്കും അല്ലേ ഇഷ്ടം. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്ത് ഇതാ ഇങ്ങനെ ഇട്ടിട്ട് പോവാം. പിന്നെ നമുക്ക് നല്ല ഷേപ്പിൽ നമുക്ക് ഒതുങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഇതിങ്ങനെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു 2-3 പ്ലേറ്റ്സ് ഇവിടെ എടുത്തിട്ട് നമുക്ക് ഈ ബ്ലൗസിലേക്ക് ഇതുണ്ടോ നമ്മുടെ ഇവിടെ കറക്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്ത് ഈ ലെയർ ഇങ്ങനെ മാറ്റിയിട്ട് നമുക്കിത് ബ്ലൗസിലേക്ക് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ബാക്കിയുള്ളത് എന്താ ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തിട്ട് ഇവിടെ തന്നെ കുറച്ചും കൂടെ താഴ്ത്തി നമുക്ക് ഈ സാരിയിലേക്ക് ഇതുപോലെ ഉള്ളിൽ നിന്ന് ഈ ലെയർ മാറ്റിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് പിൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ അതിങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തന്നെ കിടന്നോളും. ഇവിടെ നല്ല ഇത് നമുക്കൊന്ന് മിററിൽ നോക്കി റെഡിയാക്കണം കേട്ടോ. മിററിൽ നോക്കിയാകുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ടിലേക്ക് എടുക്കണമെങ്കിൽ എന്താ കണ്ടോ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഇതുണ്ടോ ഈ പിന്നി ഇങ്ങനെ എടുത്തിട്ട് ഇത് എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഈ പ്ലേറ്റ്സ് ഇങ്ങനെ എടുത്ത് കൊടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ തന്നെ ഉള്ളിൽ നിന്ന് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ ചെയ്തിട്ട് ഇത് കയ്യിലേക്കാണെങ്കിലും പിന്നെ നമ്മളിങ്ങനെ വെച്ചാലൊക്കെ ഇതിങ്ങനെ നിവർന്നു പോകത്തൊന്നുമില്ല. നമ്മളിങ്ങനെയല്ലേ പിടിക്കുന്നത്. അപ്പോൾ ഈ കയ്യിൽ തന്നെ ഇതിങ്ങനെ കിടന്നോളും. കറക്റ്റ് പ്ലേറ്റ്സ് ഒക്കെ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കിടന്നോളും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് സാരി ഇതുണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ പിടിക്കുന്നതിൻ്റെ ഉണ്ട് കേട്ടോ സാരി നമ്മളിപ്പം ഇതെടുത്തിട്ടാണെങ്കിലും നമുക്കിതൊന്നും ചെയ്യാതെ തന്നെ കറക്റ്റ് നമ്മൾ കറക്റ്റ് ഇവിടെ ഇങ്ങനെ ഷേപ്പിലാക്കിയിട്ട് മിക്കവാറും കയ്യിൽ ഇങ്ങനെ ഇടുമല്ലേ ചെയ്യുന്നത്. അതെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ വെച്ചിട്ട് സാരി ഇങ്ങനെ വെച്ചാലും മതി. ബോർഡർ മടങ്ങിപ്പോകാതെ കൂടുതൽ ഇതുപോലെ ഇവിടെ ബോർഡറൊക്കെ ഉള്ള സാരി ആണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് സാരി ഇടാം. ഇത് ഏതാണോ നമുക്കിഷ്ടം ആ രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം.
നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ വരുവേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. വീണ്ടും നമ്മൾ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.